അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പൊതുവെ എടുത്തതായിട്ട് സാധാ അപ്പം നമ്മളിങ്ങനെ വീണ്ടും ബീജമാണ് ഗൈസ്. ഇന്ന് എൻ്റെ ഏട്ടൻ്റെ കൂടെ ഉണ്ട്, അതൊക്കെ പിന്നെ പറയാം. ഇവിടെ ഗൈസ് ഞാൻ പറയാം എവിടെ മേ ബി ഐ ആം ന്യൂബ് എന്നുണ്ട്. സോ ഇത് അതാണ് നൈസ് ഗൈസ്. ഇവിടെ കറണ്ട് കൊണ്ടുവരും. ഗൈസ് സ്ക്രീൻ റെക്കോർഡർ എടുക്കും, ഭയങ്കര ലാഗാ. എവിടുന്നൊക്കെ അടിക്കുന്നത് ഞാൻ കളി എടുക്കട്ടെ. ഇതാണ് കുഴപ്പം, ലാഗ് അടിക്കുന്നു. ഗ്രാഫിക്സ് പോയിട്ട് ക്ലാസിക് വെക്കട്ടെ. ബെറ്റർ ഫ്രെയിം റേറ്റ് ഒന്ന് വെച്ചോട്ടെ. നല്ല ഗ്രാഫിക്സ് കിട്ടുമോ? ഇപ്പോൾ കുറച്ച് ലാഗൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ആൾക്കാരെ വീഡിയോ വെക്കുമ്പോൾ സ്റ്റെക്കായി പോവാം. സുഹൃത്തനെ അങ്ങനെ കൊന്നു. ഭയങ്കര ലാഗാണ്, സത്യമാണല്ലോ. മോമെന്റ് കാണിച്ചു പോവാം. എൻ്റെ ഏട്ട ഇവിടെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ചിലപ്പോൾ ഗൈസ് ഞാൻ ഗൈസ് അവനവിടെ ഗൈസ്. വാടാ, നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അടിച്ചടിച്ചടിച്ച് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഒന്നും കൂടി അറിയില്ലേ, ഇത്രയ്ക്ക് സൗണ്ടാണ്. ഇത്രയും മതി. ഇനിയിപ്പോൾ കേൾക്കുന്നുണ്ടാവും ഗൈസ്. പീണൈൻ്റെ എടുക്കട്ടെ. ഞാൻ ഇറങ്ങി കളിക്കാം വോയിസ്. ഇനി കണ്ട ഞാൻ പീണൈൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഒരുത്തൻ 2 പേര് സ്ട്രീക്ക് എടുത്ത് വീണ്ടും കറങ്ങി പോവാം. ആദ്യം നമ്മൾ 1 നമ്പർ എന്നെ രക്ഷിച്ചു. നീ ഏതാ?
32 കില്ലായി. ആര് MVP? ഗൈസ് MVP നമുക്ക് കാണാം. എത്ര ഇല്ലെങ്കിൽ 6 ഇല്ലോ? 6 ഇല്ലുള്ളൂ. എനിക്ക് എൻ്റെ ഏട്ടന് ഒരേ കില്ല. ഗൈസ് ഇപ്പോൾ 2 കില്ലും കൂടി എടുത്ത്. ഗൈസ് ഇപ്പോൾ ചെറിയൊരു ലാഗ് ആയതുകൊണ്ട് എനിക്ക് നല്ല കളിക്കാൻ പറ്റി. സിനിമ നന്നായിട്ട് കളിക്കാനൊന്നും പറ്റില്ലായിരുന്നു. പുതിയ സീന് ഫോണാണ്. ഒരുത്തന്നെ സൈഡിലോട്ട് കുഞ്ഞിരുന്നിട്ട് ഇത് അടുത്ത ആളോടെ ഗൈസ് അയാൾക്ക് നല്ല ഡാമേജ് ഉള്ള നമ്മുടെ ടീമേറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിട്ട് അയാൾക്ക് അതായത് ജയിച്ച്. ഗൈസ് അപ്പോൾ അടുത്ത കളിയിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ആരാ? കൈരു ബോസ്. കടന്നുകൊണ്ടാണ് ഗൈസ് കളിക്കുന്നത്. എന്താണെന്നറിയാം, നമ്മൾ ജയിച്ചേ പുറത്തെ ടീമിൽ ആകെ ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ഗൈസ് നമുക്ക് എന്താ കളിക്കാം ഗൈസ്? നാലേക്കിട്ട് എന്നാൽ ട്രെയിനിങ് അരീന എടുക്കാം ഗൈസ്. ട്രെയിനിങ് അരീന അതാകുമ്പോൾ ഇഷ്ടമുള്ള കണ്ണ് നമുക്ക് ഏത് സ്കോപ്പ് വെച്ചിട്ട് എടുക്കാമല്ലോ. ഇതാണ് ഗൈസ് നമുക്ക് തുടങ്ങാതെ. അപ്പോൾ ഗൈസ് വി ആർ ബാക്ക്. ഇത് ട്രെയിനിങ് അരീനാണ് ഗൈസ്. ഞാൻ സ്കാറൊന്നും എടുത്തേ. എൻ്റെ ഈ സ്കോപ്പ് ഇതൊന്നും നല്ലത് ഈ റെഡ് ഡോട്ടേസ്. ഈ റെഡ് ഡോട്ടിൻ്റെ സ്കോപ്പ് ഭയങ്കര സീനൈസ്. നല്ലോണം കളിക്കാനൊക്കെ പറ്റും. ഗൈസ് ഞാൻ 2 വിക്കും 4 ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ സ്കോപ്പ് ഇടട്ടെ. സ്കോപ്പ് ഇടണ്ട. ഇതേതാ 4x 2x ഇടട്ടെ. 2x ആണ് ആവശ്യം. 2xൽ പെട്ടെന്ന് എയിം കൊടുങ്ങി ഗൈസ്. ഞാൻ ഡാമേജ് കൊടുത്തു. നല്ല ഡാമേജ് ഉണ്ട്. ബോംബ് പോയി. ഇനി ആഗീസ് നമുക്ക് കളി എടുക്കാം. ചാർജറൊക്കെ എടുത്ത് ഇരുന്നിട്ടുണ്ട്. ഞാൻ തോറ്റ്. എന്നാലും അത് കുഴപ്പമില്ല. എൻ്റെ ഏട്ടൻ എന്നെക്കാളും ഉള്ളു കയറീസ് 3 കില്ലിന്. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ കളി വരും. ഞാൻ അപ്പോൾ കളയാം. അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും വന്നു. 4 കില്ല്. എനിക്കും 4 കില്ല്. കുറച്ച് ഡാമേജിന് വ്യത്യാസം ഉണ്ടാക്കാനുള്ളൂ. ഡാമേജ് ആക്കിയിട്ടുണ്ട്. അവിടെ ഇവരെന്ത് ചാവാത്ത ഗൈസ്. ഞാൻ ഒന്നെൻ്റെ കളി എടുക്കും ഗൈസ്. 2xൻ്റെ സ്കോപ്പ് ഉണ്ട്. എന്നിട്ടും ജയിക്കാൻ പറ്റിയില്ലാന്ന് വെച്ചാൽ അയാളെങ്ങനെ താഴെ കിടക്കിയിരുന്നു. താഴെ കിടക്കിയിരുന്നു.
അപ്പോൾ ഗൈസ് എനിക്ക് എത്ര ഇല്ല 8 ഇല്ലേ എൻ്റെ ഏട്ടൻ എൻ്റെ പകുതിയുള്ളൂ. ഞാൻ അടിച്ചില്ല. 8 ഇല്ല രണ്ടും കൂട്ടാം. ആര് MVP നോക്കാം എന്നാല്. ഈ സാരോ ഇടിക്കുന്നുണ്ട് എന്നെ എപ്പോഴും. ഈലട്ടെ ആരും വരല്ലേ ഇപ്പൊ ഈലാവും. ഇറങ്ങിയപ്പോഴത്തേക്ക് ഹെഡടിച്ച് മനസ്സിലായി. സ്കോപ്പ് ചെയ്യാണ്ടടിക്കാം എന്നാലേ ഹെഡ് കയറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുറച്ച് ദൂരത്താണെങ്കിൽ സ്കോപ്പ് ഹെഡ് അടിച്ചില്ല എന്നാലും കൊന്നുണ്ട്. നീലാവുണ്ട്. ഇതെന്താ അപ്പൊ ഗൈസ് അപ്പുറത്തെ ഇതേരടാ എനിക്കൊന്നും അറിയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.